ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ ഫുള്ളായിട്ട് വാലണ്ടർ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലേൻ്റെ ഇത് എടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, നല്ലോണം ഉരുട്ടി സെറ്റാക്കുകയാണ് വേണ്ടത് കേട്ടോ. രണ്ടിൻ്റെയും അളവ് ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് പശേൻ്റെയും ഇതിൻ്റെയും അളവ് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ഒരേ അളവിൽ തന്നെ എടുത്ത് നമ്മൾ നല്ലോണം ഉരുട്ടി അത് സെറ്റാക്കണം. ഇപ്പം നമുക്കിവിടെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറാണ്. അപ്പോൾ ആ ഫ്ലവറിന് വേണ്ടത് 4 വലിയ ഇതൾ വേണം, 4 ചെറിയ ഇതളും വേണം, പിന്നെ ഇല വേണം, തണ്ട് വേണം. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് ഞാൻ എന്താക്കുന്നുണ്ട്, 4 ഒരേപോലെ അളവിലെടുത്തിട്ട് ഒരേപോലെ നീളത്തിനാക്കിയിട്ട് നമ്മൾ എന്താക്കുന്നു, ഒരു ഷേപ്പിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. അതൊന്ന് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിലേക്ക് മെല്ലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം അത് ഇതാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അടുത്തതും ഷേപ്പ് ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പറിച്ചെടുക്കുമ്പോൾ ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ വരുമെങ്കിലും കൂടിയിട്ട് അത് നമ്മൾ ബോട്ടിൽ വെക്കുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാ ഇതിലും ഇതേപോലെ സെയിം ആണോ നോക്കുക. എന്നിട്ട് ബോട്ടിലിൽ നമ്മളതിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. സൈഡൊന്ന് നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൾ മാതിരി തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ 4 ഇതളാണ് വേണ്ടത്. അതും ഇതേപോലെ നീളത്തിന് സെയിം അളവിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതളുടെ ഷേപ്പാക്കി കൊടുക്കുക. അതും ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് മൊട്ടാണ്. മൊട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഉരുട്ടിയെടുത്തിട്ട് ചെറുതാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അത് നമ്മളിങ്ങനെ പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്നൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മൊട്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തണ്ടും ഇലയും ആണ് വേണ്ടത്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് ഉരുട്ടിയിട്ട് വേണം തണ്ട് വെച്ച് കൊടുക്കാൻ. അധികം വണ്ണം പാടില്ലല്ലോ, പൂവിൻ്റെ തണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇലയാണ് ഉണ്ടാക്കേണ്ടത്. ഇല ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് നമ്മൾ ഷേപ്പിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നടുക്കിലെ വരമാതിരിയൊക്കെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ മാതിരിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മേലെ കൂടി ഇങ്ങനെ ഒന്നൊരു റൗണ്ടായിട്ട് ചുറ്റി കൊടുക്കാം. അതിന് വളരെ നൈസായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചുറ്റും റൗണ്ടൊന്നാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു ഡെക്കറേഷൻ മാതിരി തോന്നാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ തന്നെ നമുക്ക് കുറച്ച് ഉരുട്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുത്തുമാതിരി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിലും കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കളർ എടുത്തിരിക്കുന്നത് യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, മെറൂൺ, റെഡ് എന്നിവയാണ് കേട്ടോ. ഇനി ഞാൻ ആദ്യം തന്നെ ഇതളിന് യെല്ലോ കളർ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടിന് മെറൂൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പച്ചയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തണ്ടിനും ഇലയ്ക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെഡ്, മഞ്ഞ എന്നിവ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ മാതിരി കൊടുത്തതിൽ കേട്ടോ. പിന്നെ ഓറഞ്ച് നമ്മൾ ഇതളിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ പകുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.